നമസ്കാരം. നീറ്റ് പരീക്ഷ നാളെ. ഒമാനിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. രാജ്യത്തെ ഏറ്റവും വലിയ കൊടിമരം നിർമ്മിക്കുവാനുള്ള പദ്ധതിയുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി. സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലും നാളെ നടക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒമാനിൽ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളാണ് പരീക്ഷാ കേന്ദ്രം. ഒമാൻ സമയം ഉച്ചയ്ക്ക് 12:30 പരീക്ഷ ആരംഭിക്കുക. ഇത്തവണ 300ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. കഴിഞ്ഞ വർഷം 269 പേരായിരുന്നു ഒമാനിൽ നിന്നും പരീക്ഷ എഴുതിയത്. വിദ്യാർത്ഥികൾ ഒമാൻ സമയം 9:30 മുതൽ റിപ്പോർട്ട് ചെയ്യണം. ഉച്ചയ്ക്ക് 12 മണിക്ക് സ്കൂളിന്റെ ഗേറ്റുകൾ അടയ്ക്കും. പാസ്പോർട്ട്, പാൻ കാർഡ്, ലൈസൻസ്, ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന മറ്റേതെങ്കിലും ID കാർഡ് എന്നിവയുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖയായി കരുതേണ്ടതാണ്. മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും അനുവദിക്കില്ല. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നീറ്റ് പരീക്ഷയ്ക്കുള്ള കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ ഒമാൻ അടക്കമുള്ള പല ഗൾഫ് രാജ്യങ്ങളും പുറത്തായിരുന്നു. ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഒമാൻ അടക്കമുള്ള 6 ഗൾഫ് രാജ്യങ്ങളിലായി 8 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് പുറത്ത് 14 നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുകയായിരുന്നു. ഒമാനിലെ നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ മസ്കറ്റിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗിന് നിവേദനം നൽകിയിരുന്നു. ഇതിനു പുറമെ നടന്ന ഓപ്പൺ ഫോറത്തിലും വിവിധ പ്രവാസി കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും രക്ഷിതാക്കൾ നീറ്റ് പരീക്ഷാ കേന്ദ്രം പുനഃസ്ഥാപിക്കേണ്ട ആവശ്യം അറിയിച്ചിരുന്നു. ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിൽ 2022 ഒമാനിൽ ആദ്യമായി പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി 400-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ട്. പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ സൂർ, സലാല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മസ്കറ്റിൽ വെള്ളിയാഴ്ച തന്നെ എത്തിയിട്ടുണ്ട്. പലരും ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും വീടുകളിലാണ് താമസിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ കൊടിമരം നിർമ്മിക്കുവാനുള്ള പദ്ധതിയുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി. ഇതിന്റെ ഭാഗമായി ജിൻഡാൽ ഷദീദുമായി മുനിസിപ്പാലിറ്റി കരാറിൽ ഒപ്പുവെച്ചു. അൽക്വർ സ്ക്വയർ പദ്ധതിയുടെ ഭാഗമായി 126 മീറ്റർ ഉയരമുള്ള കൊടിമരമാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി നിർമ്മിക്കുന്നത്. ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഒമാനിലെ ഉപവിഭാഗമായ ജിൻഡാൽ ഷദീദാണ് ഈ സ്മാരക പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. നവംബറിൽ രാജ്യത്തിന്റെ 54ാമത് ദേശീയ ദിനാഘോഷ വേളയിൽ പുതിയ കൊടിമരത്തിന് മുകളിൽ ഒമാനി പതാക ഉയർത്തുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 40 നിലകളുള്ള കെട്ടിടത്തെ മറികടന്ന് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി അൽക്വർ സ്ക്വയറിലെ കൊടിമരം നിലകൊള്ളും. 135 ടൺ സ്റ്റീലിലാണ് കൊടിമരം നിർമ്മിക്കുക. കൊടിമരത്തിലെ ഒമാനി പതാകയ്ക്ക് 18 മീറ്റർ നീളവും 31.5 മീറ്റർ വീതിയും ഉണ്ടാകും. വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനവും ഇതിൽ ഉണ്ടായിരിക്കും. UAE രാജകുടുംബാംഗം ഷെയ്ഖ് തഹ്നൂൻ ബിൻ മുഹമ്മദ് അൽ നഹ്യാന്റെ നിര്യാണത്തിൽ അനുശോചനവുമായി ഒമാൻ പ്രതിനിധി സംഘം UAEയിലെത്തി. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അൽ സയ്യിദിന്റെ പ്രതിനിധിയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സഹകരണ കാര്യങ്ങളുടെയും ഉപപ്രധാനമന്ത്രി സയ്യിദ് അസദ് ബിൻ താരിഖ് അൽ സയ്യിദ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് സുൽത്താന്റെ അനുശോചന സന്ദേശം കൈമാറി. തലസ്ഥാന നഗരമായ അബുദാബിയിലെ അൽ മുഷ്രിഫ് കൊട്ടാരത്തിൽ സയ്യിദ് അസദിനെയും സംഘത്തെയും UAE പ്രസിഡന്റ് സ്വീകരിച്ചു. സാമൂഹിക മാധ്യമങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ മുന്നറിയിപ്പുമായി അധികൃതർ. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ പിന്തുടരുമ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പാക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും CBO അറിയിച്ചു. ദാഖിലിയ ഗവർണറേറ്റിൽ പരിശോധനകളുമായി തൊഴിൽ മന്ത്രാലയം. ഏപ്രിൽ 28 മുതൽ മെയ് 2 വരെയുള്ള കാലയളവിൽ ഗവർണറേറ്റിലെ വിവിധ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലായിരുന്നു പരിശോധനയും ബോധവൽക്കരണ സന്ദർശനങ്ങളും നടത്തിയിരുന്നത്. തൊഴിൽ സുരക്ഷയും ആരോഗ്യ നടപടികളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതുൾപ്പെടെ തൊഴിൽ നിയമവും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. തൊഴിൽ മേഖലയിലെ ഒമാനിവൽക്കരണവും തൊഴിലന്വേഷകർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികളും മന്ത്രാലയം അധികൃതർ വിശകലനം ചെയ്തു. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.